കുട്ടികൾ ചോദിച്ചു വാങ്ങുന്ന സ്പെഷ്യൽ മുട്ട മാഗി. പതിവ് മാഗി രുചിയിൽ നിന്നും മാറി നല്ല നാടൻ മസാലയും മുട്ടയും ചേർത്തൊരു വെറൈറ്റി മാഗി. ഇതൊരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ വേറെ രീതിയിൽ മാഗി വെക്കാൻ തോന്നില്ല. വേണ്ട ചേരുവകൾ: മാഗി 1 പാക്കറ്റ് അല്ലെങ്കിൽ ആവശ്യത്തിന്, മുട്ട 2 എണ്ണം, സവാള 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, തക്കാളി 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ, മസാലപ്പൊടികൾ: മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചെറിയ ജീരകം -1 നുള്ള്, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ഘട്ടം 1. മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. സവാളയുടെ നിറം മാറി വരുമ്പോൾ തീ കുറച്ചു വെച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കുക. ഘട്ടം 2. മുട്ടയും തക്കാളിയും. മസാല മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. കൂടെ തന്നെ അരിഞ്ഞ തക്കാളിയും ചേർക്കാം. ഇനി ഹൈ ഫ്ലെയിം വെച്ച് മുട്ട നന്നായി ചിക്കി പൊരിച്ചെടുക്കുക. സ്ക്രാമ്പിൾ. മുട്ട വെന്ത് വരുമ്പോൾ മാഗി പാക്കറ്റിലുള്ള മാഗി മസാല കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സ്പെഷ്യൽ മസാലക്കൂട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഘട്ടം 3. മാഗി വേവിക്കാം. മസാല മാറ്റിയ അതേ പാനിലേക്ക് മാഗി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ മാഗി നൂഡിൽസ് ഇട്ട് വേവിക്കുക. വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ് നല്ലത്. ഘട്ടം 4. ഫൈനൽ മിക്സിംഗ്. മാഗി വെന്ത് വെള്ളം വറ്റാറാകുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റിവെച്ചിരിക്കുന്ന മുട്ട മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ടിപ്പ്: ചൂടോടെ കഴിക്കുമ്പോൾ ഇതിനു മുകളിൽ അല്പം മല്ലിയിലയോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓനിയൻ വിതറിയാൽ രുചി ഇരട്ടിയാകും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കിടിലൻ മുട്ട മാഗി നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചു നോക്കൂ.